ലോക മുസ്ലിങ്ങളെ അസ്സലാമു അലൈക്കും. ഇന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഉസ്താദന്മാരെ പറ്റിയാണ്. ഉസ്താദന്മാരെ ചില ആൾക്കാർ കളിയാക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ഉസ്താദന്മാരെ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ഉസ്താദന്മാരുള്ളതിലാണ് ഇസ്ലാം പിടിച്ചു നിൽക്കുന്നത്. ഉസ്താദന്മാരുടെ കഴിവുകൊണ്ടാണ് ഇസ്ലാം ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. ഹദീസുകൾ കൂടുതൽ എഴുതിയ ഉസ്താദന്മാരാണ്. ഇമാം എന്ന് പറഞ്ഞാൽ ഉസ്താദ്. ഹദീസുകൾ കൂടുതലും എഴുതിയിരിക്കുന്നത് ഇമാം ഓരോരോ പേരുകളാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് മുക്രി ഉസ്താദന്മാരും ചില സ്ഥലത്തൊക്കെ തുച്ഛമായ ശമ്പളത്തിന് പണിയെടുക്കുന്നുണ്ട്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അടുത്ത മാസത്തിൽ ചിലവിന് കാശില്ല. ഞാൻ ഉസ്താദാണ്, എനിക്ക് അസുഖം വരാൻ പാടില്ലെന്ന് അള്ളാൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? കാരണം അവർ തുച്ഛമായ ഒരു ശമ്പളത്തിന് പണിയെടുക്കുന്നവരാണ്. അത് ചിലവർ എന്തെങ്കിലും അത് ഇത് കാട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലും പണിയെടുത്തിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ചില ദിവസം ചിലവർക്ക് 1000, 1500, 2000 രൂപ വരുമാനമുള്ളവർക്ക് തന്നെ തികയുന്നില്ല. അവരും കഞ്ചാവ് വിൽക്കാൻ പോവുകയാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവർ തന്നെ കഞ്ചാവ് വിൽക്കാൻ പോവുകയാണ്. 1 ലക്ഷം രൂപ വരുത്തുമ്പോൾ 2 ലക്ഷം ആക്കണമെന്നതിൽ കൊണ്ട് താല്പര്യം. ഈ നമ്മൾ കൊടുക്കുന്ന നക്കാപ്പിച്ച പൈസയും കൊണ്ടാണ് അവരുടെ ജീവിതം. അവരുടെ മക്കൾക്ക് ബിരിയാണി തിന്നാൻ ആഗ്രഹമില്ലേ? നെയ്ച്ചോറ് തിന്നാൻ ആഗ്രഹമില്ലേ? നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹമില്ലേ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഇസ്ലാമിൽ തന്നെ ചില നാറിയന്മാർ, അവന്മാരെ പരമനാറികളെന്ന് വിളിക്കണം. ഉസ്താദന്മാരെ കളിയാക്കുന്ന ചില നാറികളുണ്ട്. അവരെ എൻ്റെ മക്കളൊക്കെ കേൾക്കുന്നതുകൊണ്ടാണ് അവരെ നാറിയെന്ന് വിളിക്കുന്നത്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട പരമനാറികൾ ഇന്ന് ഉസ്താദന്മാരെ കളിയാക്കി അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. ചിലവർ ഓരോ കോപ്രായം കാണിച്ച് അവരുടെ പോക്കറ്റ് നിറയ്ക്കുന്നുണ്ട്. എന്തോരം ഉസ്താദന്മാർ ഉടുതുണിക്കും മറുതുണിയും ഇല്ലാത്ത ഉസ്താദന്മാരുണ്ട്. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഉസ്താദന്മാരുണ്ട്. ഒരു പ്രാവശ്യം ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ നിന്ന് ഡോക്ടർമാർ പിടിച്ചു വാങ്ങിക്കല കാശുകൾ. നമ്മൾ കൊടുക്കുന്ന ഒരു തുച്ഛം വരുമാനം കൊണ്ട് അവർ ജീവിച്ചു പോകുന്നു. ഇസ്ലാമിനെ പിടിച്ചു നിർത്തുന്നത് ആ ഇമാംമാരാണ്, ഉസ്താദന്മാരാണ്. അവരെ നിങ്ങൾ പരമനാറികളെ കളിയാക്കരുത്. ഇന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, ഞാൻ ആ പരമനാറികളെ ഫോട്ടോയൊന്നും കാണിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ആ പരമനാറിൻ്റെ ഇസ്ലാമിലെ സംഖ്യയുള്ള ഒരു നാറിയാണ് അവൻ. അവന്മാർ ഉസ്താദന്മാരെ കളിയാക്കുവാണ്. നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മളെ മക്കളെ മദ്രസയിലേക്ക് വിടുമ്പോൾ അള്ളാൻ്റെ വചനങ്ങൾ പഠിപ്പിച്ച് കയറ്റിവിടുവാണ്. ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഉസ്താദന്മാർക്കാണ് അതിൻ്റെ മെയിൻ പങ്കുള്ളത്. നിങ്ങൾ അവരെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കഴിയുന്നത് ഉസ്താദന്മാർക്ക് സഹായം, അവർക്ക് വേണ്ടിയിട്ട് പള്ളിയിലൊരു പിരിവെടുക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ പിരിവിന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിരിവ് കൊടുക്കും. അവരുടെ ആവശ്യത്തിന് ഒരു പിരിവെടുക്കുന്നില്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവർ ഈ തേച്ച് മിനിക്ക് നടക്കുന്നുള്ളതല്ലാതെ ഹൃദയം പൊട്ടിയാണ് അവർ ജീവിക്കുന്നത്.
തേച്ച് മിനുക്കിക്കൊണ്ട് നടക്കും. അവർ ഹൃദയം പൊട്ടിയാണ് ജീവിക്കുന്നത്. എന്നിട്ടും നമ്മളവരെ കളിയാക്കുന്നത്. നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഖുർആൻ ഓതാൻ പഠിപ്പിച്ച് പറഞ്ഞ ജാസീൻ ഓതാൻ പഠിപ്പിച്ച്, അത് ജാസീൻ ഓതാൻ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അവർക്ക് പ്രഷറൊക്കെ കൂടുന്നുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മേലെ ഉസ്താദന്മാരെ കളിയാക്കുന്നവരെ തൊണ്ണയിൽ വെള്ളം ഇറങ്ങാതെ നീയൊക്കെ ജീവിക്കട്ടെ. അവനെ തൊണ്ണയിൽ വെള്ളം ഇറങ്ങാതെ കാത്തു രക്ഷിക്കട്ടെ അല്ലാഹു തആല.